കഞ്ചാവ് എന്നത് ഈ സമുദായത്തിന്റെ തലച്ചോറിൽ ഈമാനിന്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്ന മാരക വിഷങ്ങളാണ്. അത് നമ്മൾ ഒഴിവാക്കണം, ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഇന്ന് സിഗരറ്റ് വലി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുക, ചുണ്ടിനടിയിൽ ലഹരി തിരികെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോണ ചെറുപ്പക്കാരൻ. ചിലത് വാങ്ങി കേൾക്കാൻ ചുണ്ടിനടിയ സാധനം അല്ലേ? എത്രയോ 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 വൃത്തികേടാണത്. ചുരുക്കം തുച്ഛമായ കാശയാവുകയുള്ളൂ ആ ലഹരി. ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കും. ഈ സദസ്സിലിരുന്നു കൊണ്ട് തീരുമാനമെടുക്കണം. അള്ളാഹുവിന്റെ ആൺകുട്ടികളായി മരിച്ചു വീഴാനുള്ളവരാ നമ്മൾ. പിശാചിനെ ചവിട്ടിത്തേക്കാനുള്ളവരല്ല, പിശാചിനെ തട്ടിക്കളിക്കാനുള്ളവരല്ല, ഈമാനിന്റെ പവർ കാത്തു സൂക്ഷിക്കാനുള്ളവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, ഈ സദസ്സ് അള്ളാഹുവിന്റെ മാലാകമാരെ സാക്ഷി നിർത്തി തീരുമാനിക്കണം, ഞാനിനി ഒരിക്കലും 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 ലഹരി ഉപയോഗിക്കൂല. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൂട്ടുകാരുടെ നാട്ടിൽ നിന്ന് വിളിച്ചു പറയും, സുഹൂറേ സാധനം മറന്നു പോകരുത്. അവൻ പറയും കുഴപ്പമില്ല, ഡ്യൂട്ടി ഫ്രീയിൽ ഇറങ്ങി വാങ്ങിക്കും. ആണും പെണ്ണും ഇന്ന് കുടിക്കുന്നില്ലേ അല്ലേ? വീട്ടിന്റെ അകത്തിരിക്കുമ്പോൾ ഭർത്താവിന് സോഡ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഭാര്യയാണ്. പ്ലീസ് കം, മോള് വരുന്നു ഐസ് കട്ടയുമായിട്ട്. കുടുംബസമേതം കുടിക്കുന്ന എന്തോ ഒരു മഹത്തായ പാനീയം ആദരവോടുകൂടിയല്ലേ പറയുന്നത്, ഞാൻ ഇച്ചിരി കഴിക്കുന്ന ടീമാണ് എന്ന് പറഞ്ഞ് ബഹുമാനം കൊടുത്തിട്ട് മദീനയുടെ ഈത്തപ്പഴം കഴിക്കും എന്ന് പറയണ പോലെ ഞാൻ ഇച്ചിരി കഴിക്കുന്ന ടീമാണ് എന്ന് പറയാൻ മാത്രം അതിനെ പുരോഗമിപ്പിച്ചില്ലേ? മനസ്സിന്റെ സമാധാനം പോകുന്നത് കൊണ്ടാണ് ഉസ്താദ് എങ്ങനെ ചെയ്യുന്നത്. ലോകത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു കള്ളുകൂടിന് സമാധാനം കിട്ടിയ ചരിത്രമുണ്ടോ? തലക്കടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങിയാൽ ഒന്നും അറിയാതെ ഉറങ്ങാമെന്നല്ലാതെ പ്രിയമുള്ളവരെ, കള്ളുകുടിയന് ലോകത്ത് ഇന്നുവരെ സമാധാനം കിട്ടിയിട്ടില്ല. എനിക്കറിയാം, 2.5 വയസ്സുള്ള ഒരു കുട്ടിയെ സ്വന്തം പിതാവ് കുടിച്ചുകൊണ്ടുവന്നു മാതാവുമായി പിടിവലി കൂടിയപ്പോൾ കിണറ്റിലേക്ക് 35 തൊടി ആഴമുള്ള കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു 2.5 വയസ്സുള്ള കുട്ടിയെ. കള്ളുകൂടി തലയിൽ ബാധിച്ചതുകൊണ്ടാണ്. ആ തലയിൽ നിന്ന് ആ ക്ഷതം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സഹോദരൻ വന്നു പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമോള് എഴഞ്ഞെഴഞ്ഞെന്റെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ഓർത്തു പോവുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നഷ്ടപ്പെടേണ്ടത് പോയില്ലേ? പളുങ്കുപോലെ പുഞ്ചിരിക്കുന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് സ്വന്തം പിതാവാണ്. കള്ളുകുടിച്ചപ്പോൾ പിതാവാണെന്ന ബോധം നഷ്ടപ്പെട്ടു പോയി. പാവ പോലെ തോന്നിപ്പോയി കുഞ്ഞിനെ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പക്കാരെ ഒഴിവാക്കണം, ഒഴിവാക്കിയേ പറ്റൂ. ഡിസംബർ 31 പോലെയുള്ള ആഘോഷത്തിന്റെ രാത്രികളിൽ കള്ളുകൊപ്പയുടെ താരാട്ട് കേട്ടുകൊണ്ട് കിടന്നിറങ്ങുന്ന ഭ്രാന്ത് പിടിച്ചവരെ പോലെ അധപള്ളത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ യുവത്വമേ, ഈ സദസ്സ് നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് പൊന്നുപോലെ. ഇനി ഞാൻ പോലെന്ന് തീരുമാനിക്കടാ. ഇനി ഒരിക്കലും ആ മേഖലകളിലേക്ക് ഞാനില്ലെന്ന് തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിക്കാൻ കൊതിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള അമലുകൾ നിങ്ങൾ ധൈര്യമായി ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. പഴയ കാലത്തുള്ള ജനങ്ങളൊക്കെ വീട്ടിന്റെ അകത്ത് രാത്രിയൊക്കെ പറയുമായിരുന്നു, ദാഹം മൗത്തതു കൂട്ടിടും, ഇബ്ലീസ് കൂസിന് കാട്ടിടും, സമയം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബനാ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് രസമായിരുന്നു അത് കേൾക്കാൻ. ഇന്ന് അവർക്കതിന് നേരമില്ല. ഇന്ന് എല്ലാ പാട്ടിന്റെ ഇടയിലും യോ യോ ചേർത്തങ്ങ് പാടുകയാണ്. സ്വലാത്തുള്ള യോ യോ, എന്നാലേ നമുക്ക് പാട്ടാവുള്ളൂ. അതൊക്കെ മാറ്റണം അല്ലേ? മൊയ്ൻകുട്ടി വൈദ്യർ എത്ര നല്ല നല്ല പാട്ടുകൾ ലോകത്തിന് സമ്മാനിച്ചതാണ്. കുച്ചിപ്പുടി മോഹനയാട്ടത്തിനൊക്കെ എതിര് ഞാൻ പറയുമ്പോ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് കലകൾക്ക് എതിരാണ് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. അല്ലെ? ഏറ്റവും നല്ല പാട്ടെഴുത്തുകാരൻ മൊയ്ൻകുട്ടി വൈദ്യർ എവിടെന്നാ കല കിട്ടിയതെന്നറിയോ? വളരെ വലിയ ഒരു സൂഫിയായ മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദ്വാരക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് വെറ്റിലയും അടക്കയും ഒക്കെ ചവച്ചരച്ചിട്ട് തുപ്പി ഒരു വലിയ കോളാമ്പിയിൽ വെച്ചിരിക്കാനും കൊണ്ട് പുറത്ത് കളയാൻ പറഞ്ഞു.
അദ്ദേഹം പുറത്തു പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അതങ്ങ് കുടിച്ചു. ആരാ? മൊയ്ൻകുട്ടി വൈദ്യ. തമാശക്കാരനൊന്നും അല്ല, ഔലിയാക്കന്മാരോട് നല്ല ബന്ധമുള്ള ആളാണ്. അത് കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഈ സൂഫിയ മനുഷ്യൻ ചോദിച്ചു അത്രേ, ആരും കാണാത്ത സ്ഥലത്ത് തന്നെ നീ ഒഴിച്ചല്ലോടാ? അതേന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ഉള്ളിലുള്ള സർവ്വ കഴിവും പുറത്തു വരട്ടെ. അങ്ങനെയാണ് പേനയെടുത്തത്, കടലാസെടുത്തത്. എന്നിട്ട് എഴുതിയില്ലേ, തുടരമദ്ദളവും ഉറസൊടുമറുവ ഒട്ടകളും പജയൊടു തുടികൾ തപ്പുകളും കൈമണി തുണികൾ ദാശകളാ പുളമ പുള്ളുകൾ പോള്ള ചൂള്ളകൾ കൊമ്പു ചങ്കുകളാ തകൃതികൾ കോള് താളമേ ഓടി ചാടിയ തപ്പുനിപ്പുകളാ. എത്ര മനോഹരമാണ്! ഇതിന്റെ സമാനമായ ഒരു വരി എഴുതാൻ പറ്റും? ഇന്ന് കുറെ തുണിയില്ലാത്ത പാട്ട് എഴുതാനല്ലാതെ എന്തറിയാം? പെണ്ണും ആണുമായിട്ട് പ്രേമിക്കുന്ന കുറെ നഗ്നമേനയുടെ പാട്ടുകളല്ലാതെ ഏഴാം കടലിനടിയിൽ പോയി ഒളിച്ചാലും ഞാൻ ബോട്ടിൽ വന്ന് നിന്നെ കൊത്തിയെടുത്തോണ്ട് വരും ആയിഷ എന്ന പാട്ട്. അതാണ് ഇപ്പോഴത്തെ പാട്ട് അല്ലേ? അതാണ് ഇപ്പോഴത്തെ പാട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമുക്കതല്ലല്ലോ ആവശ്യം. ഇവരെ അതുകൊണ്ട് കലയെ എതിർക്കുന്നതല്ല, മഹാന്മാരെഴുതിയതാണ്. മൊഹീദ്ദീൻ മാലയും ബദറുമാലയും നഫീസത്തുമാലയും ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരുന്നില്ല. അതൊക്കെ ചെറുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അത് കാണാൻ എത്ര ആളാ പോയിരിക്കുന്നത്. അതാണല്ലോ ഇന്ന് ആര് സംഘടന ഉണ്ടാക്കിയ ആളുണ്ടല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം അല്ലേ? നിസ്കാരം 3 വഖത്തെന്ന് പറഞ്ഞാലും ആളുണ്ട്. റമദാൻ 2 വർഷത്തിൽ ഒരിക്കലേ ഉള്ളെന്ന് പറഞ്ഞാൽ വെരി 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 സഹോദരിമാർക്ക് വലിയ റാഹത്താവും. കാരണം എന്താ? റമദാൻ 2 വർഷത്തിൽ ഒരിക്കൽ, പെരുന്നാൾ 1 വർഷം 4 എണ്ണം. അത് കൊള്ളാം. അങ്ങനെ വെട്ടിച്ചുരുക്കാൻ ഇന്ന് മുഹറം നോമ്പുണ്ടോ, ശഅബാൻ നോമ്പുണ്ടോ? ഒന്നുമില്ല. എല്ലാം തിന്നുകുടിച്ച് വയറ് വീർപ്പിച്ചു. ഒരു നോമ്പ് സുന്നത്തില്ല, എല്ലാം ചെറുക്കാൻ. റമദാനിന്റെ 15 നോമ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരുത്തിയിൽ അത് കേൾക്കാനും കുറെ എണ്ണം ഇങ്ങനെ നടക്കുക. വലിയ ദീനിന്റെ ആൾക്കാരായിട്ട് കശത്ത് മറ്റേ സാധനം വെച്ചു. എന്തിനാ? അള്ളാഹുവിനെ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയപ്പെടണം സഹോദരങ്ങളെ. ഈ ഗ്രൗണ്ടില് ഈ ജനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാലഘട്ടം പുരോഗമിക്കുമ്പോൾ, ബുദ്ധി കൂടുമ്പോൾ നിന്റെ മനസ്സ് പിശാച് തട്ടിക്കളിക്കാൻ നീ നിന്നുകൊടുക്കരുത്. പഴയകാലത്തുള്ളവർക്ക് അല്ലാഹയെ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാലത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട സമയത്ത് സീരിയലും റിയാലിറ്റി ഷോയും സിനിമയും ഒന്നും അവർക്കില്ലായിരുന്നു. പിന്നെയോ അവര് തസ്ബീഹ് എടുത്ത് വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനോഹരമായിട്ട് അവർ പറയുമായിരുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കാണാൻ കൊതിക്കുക. ആ കാണുന്നത് മരണത്തോടു കൂടിയാണെങ്കിൽ മരിക്കാൻ കൊതിക്കുക. കുറെ ഖുർആൻ ഓതി ദിക്റ് ചൊല്ലി നിസ്കരിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് മരിച്ചാൽ ഏകദേശമുള്ള ഉത്തരവാദിത്വമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓരോ ദിവസവും തൗബ ചെയ്യും. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ ഞാൻ ചെയ്തു പോയി തെറ്റുകൾ പുറത്തു താ, ഇനി ഒരിക്കലും ഞാൻ പോവില്ല പടച്ചോനെ. അങ്ങനെ ഖേദിച്ചു മടങ്ങി ഒരിക്കലും ആ തെറ്റിലേക്ക് പോകൂല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുന്നതാണ് തൗബ. അല്ലാതെ അള്ളാഹു എന്നൊരു പെണ്ണ് നോക്കി പോയി പുറത്ത് ആമിയറാൻ 10 മണിയാകുമ്പോ വീണ്ടും ഒരു സുന്ദരി പോകുന്നു, മൊബൈലുണ്ട്, പടച്ചവനെ പുറത്ത് അല്ല. ഇതിന് പടച്ചവൻ അങ്ങനെ ഇരിക്കൂല. എന്നൊക്കെ തോന്നുമ്പോ കൈ നീട്ടിട്ട് ഇങ്ങനെ ആക്കാനും തോന്നുമ്പോ കൈയിട്ട് വരാനും അള്ളതിന്റെ കളിപ്പാവയൊന്നുമല്ല. ഒരു കാര്യം പടച്ചവനോട് പറഞ്ഞാൽ ഞാൻ ഇനി പോകൂല എന്ന് പറഞ്ഞാൽ പോകൂല, തീരുമാനിക്കണം, അതിനെ സാധിക്കണം. എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റോ? സഹോദരിമാർ ചിന്തിച്ചു നോക്കി. ഇന്നത്തെ പത്രത്തിൽ വാഹനത്തിന്റെ അകത്ത് മരിച്ചു കിടന്നില്ലേ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. എപ്പോഴാന്ന് പറയാൻ കഴിയില്ല. 4 വയസ്സ്, 5 വയസ്സ്, 10 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സ് പ്രായങ്ങളൊന്നും അവിടെ പരിഗണിക്കുന്നില്ല. അള്ളാഹു ആരോഗ്യമുള്ള ആയുസ് നമുക്ക് തരട്ടെ, അമലും ഇബാദത്തും ചെയ്യാൻ. അല്ലാതെ വേണ്ട. അല്ലാതെ കണ്ടവന്റെ വസ്തു വെട്ടിപ്പിടിക്കാനും കണ്ട പെണ്ണിന്റെ പിന്നാലെ നടക്കാനും കള്ളുകുടിക്കാനും കഞ്ചാവടിക്കാനും ആയുസ് കിട്ടിയാൽ നരകത്തിന്റെ തീ ഏറ്റുവാങ്ങാനല്ലാതെ ഉപയോഗമുണ്ടാവൂല നമ്മെക്കൊണ്ട്. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, അള്ളാഹിന്റെ പൊരുത്തത്തോടെ മുന്നോട്ട് പോകാനുള്ള ആഫിയത്ത് അൽഹംദുലില്ലാ നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഈ വിനീതന് വേണ്ടി ദുആരക്കണം. മരിക്കുന്നതുവരെ എനിക്ക് വാളു പറയണം. മരണക്കിടക്കയിൽ കിടന്ന് വാളു പറയണം. എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരെ നാളെയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ എത്ര പേര് മദീനത്തെത്തിയെന്നറിയും. സംഘടന വളർത്താൻ വേണ്ടിയിട്ടല്ല, പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ടല്ല, ഒരാളുടെയും ഒരധികാരിയുടെയും ആസനം താങ്ങി നിന്നുകൊണ്ട് പറയുന്നതല്ല, നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുന്നു.
എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട പിന്നെ ചെറുപ്പക്കാർക്ക് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ പറയും, നിഷ്പക്ഷമായി മരിക്കുന്നത് വരെ ഞാൻ അത് പറഞ്ഞു തരാം. നമുക്ക് മദീന കാണാതെ മരിക്കാൻ കഴിയരുത്, മക്ക കാണാതെ മരിക്കാൻ കഴിയരുത്. അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ വീടിന്റെ ഉള്ളറയിലേക്ക് വന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉറക്കിനെ ധന്യമാക്കുന്നത് വരെ എന്റെ ഇസ്ലാമിയത്തിന്റെ ആദർശത്തെ വാരിപ്പുടരുമെന്ന് പറഞ്ഞ് പടക്കുതിരകളെ പോലെ മുന്നോട്ട് കൊതിക്കുന്ന യുവാക്കളായി ഈ സമുദായത്തെ മാറ്റിയെടുക്കാൻ ഈ വിനീതന്റെ ശബ്ദത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ദ്വാരക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്ന്, അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുക. രണ്ട്, ബിഹുസ്നി ളന്നീ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവന ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണ് അല്ല, അള്ളാഹുവിനെ കുറിച്ച് നല്ല ഒരു ഭാവന എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാക്കിയെടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വയുഹ്സിനു ളന്ന ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭാവന മനസ്സിൽ വരാതെ നിങ്ങൾ ഒരാൾ പോലും മരണപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ, എന്ത് തന്നാലും നല്ലതേ ചിന്തിക്കാവൂ. രണ്ട് കാല് നല്ലതുപോലെ നടക്കാൻ കഴിയാത്ത ഒരു സഹോദരൻ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലുണ്ട്. എവിടുന്നോ വാതേക്കാൻ വന്ന കൂട്ടുകാരൻ. എന്റെ സദസ്സിൽ ഇങ്ങനെ ധാരാളം പേര് വല്ലണ്ട്, ചിലപ്പോൾ ഇതിനിടയിലും ഉണ്ടാവും. പക്ഷെ ആ സഹോദരന്റെ മനസ്സിൽ തോന്നാൻ പാടില്ല, വാക്കവി കയറി നിൽക്കണു വലിയ മലയര മണ്ടേ, എനിക്ക് നടക്കാനും വയ്യ, എന്നെ കൊണ്ട് ഇവിടെ ഇരുത്തി അല്ലേ, അള്ളാഹു എന്ത് ക്രൂരത ചെയ്ത്, എനിക്കും കൂടി ഇങ്ങനെ കാലം എന്നില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലായിരുന്നു, അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്തല്ലോ. ഒരിക്കലും ആ സഹോദരന്റെ മനസ്സിൽ തോന്നാത്തടത്തോളം കാലം ഇവിടെ കൊടുക്കാത്തതിന്റെ 100 ഇരട്ടി അള്ളാഹ് ആഖിറത്തിൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് റമളാൻ മാസം 20 റക്അത്ത് നിസ്കരിച്ച് ക്ഷീണിച്ച് എല്ലാവരും ഒക്കെ പിരിഞ്ഞു പോകുമ്പോഴും അത്രയും റക്അത്ത് നിസ്കരിച്ച പള്ളിയുടെ ഫ്രണ്ടിൽ പിരിവിന് വന്ന ഒരു സഹോദരൻ ആ പള്ളിക്കകത്തിരുന്നിട്ട് രാത്രി സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഞാൻ ബാങ്ക് വിളിക്കുന്ന ആളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്ത്, കണ്ടോ നമ്മളൊക്കെ വലിയ ക്ഷീണത്തിൽ പോയി കിടന്നുറങ്ങി 20 റക്അത്ത് നമ്മുടെ കൂടെ നിസ്കരിച്ച 1.5 കാലുള്ള ഇരുന്നും കിടന്ന് നിസ്കരിച്ചവനാ ഇപ്പൊ രാത്രി എല്ലാവരും പോയിട്ട് പള്ളിക്കകത്ത് ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന കണ്ടോ. കാണിച്ചു കൊടുത്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. അതാ, അങ്ങനെ ആഗ്രഹം വേണം. അള്ളാഹുവിനെ കുറിച്ച് മോശമായ ധാരണ വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് യഖ്റുജു റജുലാനി മിനന്നാർ, 2 പേർ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് ചാടിപ്പോയി. 2 പേർ നരകത്തിൽ നിന്ന് ചാടിപ്പോയി. ചാടമ്പ് പിടിക്കാൻ അവിടെ മലക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ നരകത്തിൽ നിന്ന് ചാടിപ്പോവാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കർണാടകയിലെ ഏറ്റവും വലിയ ചാട്ടക്കാരൻ ഞാനാ. നരകത്തിന്റെ മതിലിന്റെ അപ്പുറത്തേക്ക് 2 പേര് ചാടിപ്പോയപ്പോൾ 2 പേരെയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, സുമ്മയ ഉമറു ബിഹിമാ ഇലന്നാർ, പെട്ടെന്ന് നരകത്തിൽ കൊണ്ടുവെക്കൂ, ഇനി അവരെ വിട്ടിരിക്കണ്ടെന്ന് പറഞ്ഞു. ഒരാളെ ഓട്ടിച്ചു, അവൾ ഓടി നരകത്തിൽ പോയി. രണ്ടാമത്തെ ആൾ കുറച്ച് നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കും, വീണ്ടും കുറെ പോയിട്ട് തിരിഞ്ഞു നോക്കും. അള്ളാഹ് മലക്കുകളോട് ചോദിച്ചു, അവൻ എന്തേ തിരിഞ്ഞു നോക്കുന്നെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കുന്നത് എന്തെന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അള്ളാഹ് ചോദിച്ചു, പിന്നെന്താ കരുതിയിരുന്നത്? അവൻ പറയുകയാണ്, നരകത്തിലിട്ടത് ശരി, പക്ഷെ ആ നരകത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കരകയറി രക്ഷപ്പെട്ട നമ്മെ വീണ്ടും നരകത്തിലിടുമെന്ന് അള്ളാഹുവെ ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറയാണ്, ആ മനുഷ്യൻ എന്നെ കുറിച്ച് അത്രയും നല്ല ഭാവന മനസ്സിലുള്ളത് കൊണ്ട് അവനെ മാത്രം സ്വർഗത്തിൽ കിടത്തുക. ആ പടച്ചതമ്പുരാനോടാണ് നമ്മൾ നന്ദി കേട് കാണിക്കുക. ആ റബ്ബിനെ കുറിച്ച് നല്ല ഒരു ഭാവന വേണം. എന്റെ പടച്ചോരെന്നെ രക്ഷപ്പെടുത്തുമല്ലാ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കുമല്ലാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര വിഷമിച്ചാലും എത്ര വേദനിച്ചാലും നിന്റെ പൊരുത്തം എനിക്ക് കിട്ടുമല്ലാ എന്ന ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, നമ്മുടെ ജീവിതം സഫലമാകുന്നത് അപ്പോഴാണ്. ആ ഒരു മുതൽക്കൂട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കാനുള്ളത്. ഇത്തിരി കഷ്ടപ്പാടും ഇത്തിരി ത്യാഗമൊക്കെ വരുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട അണികളോട് പറയുകയാ, ഉഹദ് യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ യുദ്ധത്തിന്റെ തലേ ദിവസം തന്റെ അണികളോട് പറയുകയാ, അല്ലാഹുവിനോട് നമുക്ക് ദുആ രക്കണ്ടേ. അവര്
പറഞ്ഞ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് നിങ്ങൾ ദുആ ചെയ്യുക, നമ്മൾ ആമീൻ പറയാം. നിങ്ങൾ ദുആരക്കുക, നമ്മൾ ആമീൻ പറയാ. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ദുആരക്കുകയാണ്, അല്ലാഹുവേ ശക്തന്മാരായ ശത്രുക്കളെ കൊണ്ട് വരണേ അല്ലാ, ശക്തന്മാരായ ശത്രുക്കളെ കൊണ്ട് വരണേ അല്ലാ. നാളെ യുദ്ധത്തിന്റെ രണാകടത്തിൽ ശത്രുക്കളുമായി നേർക്കുനേരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഏറ്റവും വലിയ ശത്രുക്കളെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. നല്ല ശത്രുക്കളെ തരണമെന്നാണ് ദ്വാരുന്നത്. കഷ്ടപ്പെടാനും ത്യാഗം ചെയ്യാനും പരിശ്രമിക്കാനുമുള്ള ഒരവസരം നാളത്തെ രണാകണത്തിന്റെ മധ്യത്തില് നമുക്ക് തരണേ അല്ലാ എന്നാണ് ദുആ ചെയ്തു പോയതെങ്കിൽ ആ കഷ്ടപ്പാട് നമ്മുടെ മനസ്സിൽ വരട്ടെ, എന്നിട്ട് അല്ലാഹു നമുക്ക് പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്. നമ്മിൽ പലരും ദുആ ചെയ്യുന്നത് എന്താ? അല്ലാഹുവേ, ഹജ്ജാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഹജ്ജിന് പോകുമ്പോ ദുആ ചെയ്യുന്നത് എന്താ? പടച്ചോനെ, ഹജ്ജിന് പോവുകയാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ, ഒരിടങ്ങേറും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ, പൂർണ്ണ സുഖത്തിലും സുഷുപ്തിയിലും, മക്കയിൽ AC, മിനായിൽ AC, അല്ലാഹുവേ മുഴുവനും AC തരണമല്ലോ. ഹജ്ജിന് പോണ ഒരു ആമീൻ. ഇതിനാണോ ഹജ്ജിന് പോവാ? അങ്ങനെ AC കിടക്കാൻ മിനയിലെ ടെന്റിൽ ഒരു AC ഓഫായാൽ കൊണ്ടുപോയ ഗ്രൂപ്പുകാരെ അന്തരീക്ഷത്തിൽ നിർത്തിയിടിക്കും ഈ ജനങ്ങൾ. എന്താണ് അവിടെ വെച്ച് പറഞ്ഞത്? 2 ലക്ഷം തന്നാ നിനക്ക് അത് തരാം, ഇത് തരാം, മക്കയുടെ അടുത്ത കൊട്ടാരം, മദീനയുടെ അടുത്ത റൂം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കാട്ടിലിറങ്ങില്ലേ? ഞാൻ പറയുന്നത് എല്ലാ ഗ്രൂപ്പുകാരും ഇങ്ങനെ തന്നെ ചെയ്യണം, കഷ്ടപ്പെടുത്തണം. പിന്നെ എന്ത് ഹജ്ജാ? ഇച്ചിരി ത്യാഗം വേണം. ഹജ്ജിന് പോകുമ്പോൾ ഇച്ചിരി പനിയൊക്കെ വരണം, കഷ്ടപ്പെട്ട് തവാഫ് ചെയ്യണം, സഈ ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇന്നതല്ലല്ലോ, അതിനെയൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കൂലേ ഈ സമുദായം അല്ലേ? കഷ്ടപ്പാടും ത്യാഗവും നമ്മളും മറന്നു. കാലുവേദന വന്നാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നിസ്കാരമില്ല, തലവേദന വന്നാൽ പിന്നെ 1 മാസത്തേക്ക് നിസ്കാരമില്ല. എല്ലാം അങ്ങനെ തന്നെ ചുരുക്കി 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 കൊണ്ടുവന്നില്ലേ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഷ്ടപ്പാടോടുകൂടി ത്യാഗത്തോടുകൂടി പാതിരാ സമയത്ത് ഇബാദത്ത് ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ നേടിയെടുക്കാൻ സാധിക്കണം. വിശ്വാസത്തിന്റെ പൂർണ്ണമായ സൗന്ദര്യം കിട്ടാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന 3ാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയോ? വൽ ഖലവാത്തുല്ലാഹ്, അല്ലാഹുവുമായി ഒറ്റയ്ക്കിരുന്നാൽ വിശ്വാസത്തിന്റെ സൗന്ദര്യം കൂടുന്നതാണ്. അല്ലാഹുവുമായിട്ട് ഒറ്റയ്ക്കിരുന്നാൽ